ഹലോ ഗൈസ്, ആദ്യം തൊട്ട് തന്നെ സോറി പറയണം എല്ലാവരോടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ദിവസം വീഡിയോസ് ചാനലിൽ ഉണ്ടായില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ മിസ്സായി പോയി. നമ്മൾ ഇത്ര നാളെ എടുത്തുകൊണ്ടിരുന്ന വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഫോൺ മിസ്സായി പോയി. അത് അതുകൊണ്ടായിരുന്നു വീഡിയോസ് ഉണ്ടാവാണ്ടിരുന്നത്. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ മാസം ഞാൻ എടപ്പള്ളി പോയപ്പോൾ ബസ്സിൽ വെച്ച് ബാക്ക് സീറ്റിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അവിടെ വെച്ച് സീറ്റിൽ വെച്ച് മറന്നുപോയി. അപ്പം ഞാൻ ഇറങ്ങി ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴാണ് കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവൻ ഇങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഓർഡറൊക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കുന്ന ടൈമിൽ തന്നെ അവനിങ്ങനെ ഫോൺ നോക്കിയപ്പോൾ ഞാൻ അപ്പോൾ ആ ടൈം വരെ ഞാൻ ആലോചിച്ചില്ല, സ്കോൾ അങ്ങനെ വന്നില്ലല്ലോ. ഞാനപ്പോഴത്തേനും ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ ഫോൺ കാണില്ല. ഞാൻ വിചാരിച്ചു അവിടെ ആ ബാങ്കിലുള്ള വെച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് റിങ് ആവുന്നുണ്ട്, ബട്ട് ആരും എടുക്കാനുള്ള. അപ്പോൾ ആ ടൈമിലാണ് കറക്റ്റായിട്ട് ഞാൻ നെറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. നെറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഫൈൻഡ് മൈ ലൊക്കേഷൻ വഴി എടുക്കാമായിരുന്നു. പക്ഷെ അത് ഓഫായി പോയി. അത് നെറ്റ് ഓണല്ലായിരുന്നു. കഴിഞ്ഞിട്ട് ഞങ്ങളത് കോൾ ചെയ്ത് എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു, അപ്പോൾ പുക്കാട്ടുപടി ബസ്സായിരുന്നു. പുക്കാട്ടുപടി എറണാകുളം വണ്ടിയായിരുന്നു, ഗ്രീൻ കളർ. അപ്പോൾ ആ വണ്ടിയായിരുന്നു. ഞങ്ങളിപ്പോൾ തൊട്ടി പുക്കാട്ടുപടിക്കാണ് എൻ്റെ ഇവിടെ സ്റ്റാൻഡ് വന്ന് കിടക്കുന്ന ബസ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ വിളിച്ചപ്പോൾ ആ പുള്ളിനോട് അമ്മ ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചു നോക്കാം ഏത് ബസ്സാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ബസ് ഇന്ന ബസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേനും ഞാനിവിടെ ഇപ്പോൾ ഒരു കൂട്ടുകാരുടെ മൊബൈലിൽ ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് മലയാളത്തിൽ അയച്ച് ടെക്സ്റ്റ് മെസ്സേജ് അയക്കണ വരെയും ഫോൺ റിങ് ചെയ്യേണ്ട ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് അവർ കണ്ടു കഴിഞ്ഞപ്പോഴേനും ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലായി ഫോൺ ആരെങ്കിലും അടുത്ത് കിട്ടി സംഭവം സ്വിച്ച് ഓഫ് ആക്കി കളഞ്ഞു. അങ്ങനെ ഞാനത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് നേരം എടപ്പള്ളിയിൽ ലുലുവിൻ്റെ അവിടെയുള്ള മൊബൈലിൻ്റെ കയറിയപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ മൊബൈൽ എനിക്കൊന്ന് ട്രേസ് ചെയ്യണം. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, സൈബർ സെല്ലിൽ പോകണം. അങ്ങനെ നമുക്കറിയില്ലല്ലോ, ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് നേരെ അവിടെ നടന്നുകൊണ്ട് ഞാൻ ജിയോ എടുത്തപ്പോൾ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫോൺ മിസ്സായിപ്പോൾ എന്ത് ചെയ്യുന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യം ചെയ്യും സിമ്മ് ലോക്കാക്കാൻ പറഞ്ഞു. സിമ്മ് കട്ടാക്കിയിട്ട് ഞാൻ വേറെ സിമ്മ് എടുത്തു. അങ്ങനെ കൂട്ടാനുള്ളതുകൊണ്ട് അങ്ങനെ കോൺടാക്റ്റിങ് ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഞാൻ അവൻ്റെയിലേക്ക് ആ സിമ്മ് എടുത്തിട്ടു. ഞാൻ അതിന് കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞാൻ ബസ് ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ട് അവിടുത്തെ സ്റ്റാൻഡിൽ കയറുമ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ ഞാൻ അവിടെ കൊടുത്തു. തിരിച്ച് വന്ന് ഇവിടെ വീട്ടിൽ വന്നപ്പോഴത്തേനും അവർ വിളിച്ചിട്ടൊന്നും ഫോൺ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാൻ പിറ്റേ ദിവസം തന്നെ ആലുവ സൈബർ സെൽ ഓഫീസിൽ ചെന്ന് സൈബർ സെല്ലിൽ ഞാൻ അമ്മയും കൊണ്ട് സൈബർ സെൽ ഓഫീസിൽ ചെന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു കംപ്ലൈൻറ്റ് ഇപ്പോൾ ഒരു ദിവസമായി, പിറ്റേ ദിവസമുള്ള പോയാൽ. അപ്പോൾ അവർ പറഞ്ഞു ഫോൺ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയ ഫോണുകളും കുറവുകളാണ് കിട്ടിയിട്ടുള്ളത്. എന്നാലും നമുക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിടാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ IMEI നമ്പർ വെച്ച് ചിലപ്പോൾ വേറെ എന്തെങ്കിലും ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓണറായ എൻ്റെയിലോട്ടാണ് അത് വരുള്ളൂ കേസ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ മാറ്റി അത് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. IMEI നമ്പർ ഫോൺ ബ്ലോക്ക് ആക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ അവിടെ ചെന്നു. ഞാൻ ആലുവയിൽ തൊട്ടടുത്ത് തന്നെ ആലുവ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു നമ്പറുണ്ട്, ഒരു കോഡ് നമ്പർ ഫോം തരും. ആ നമ്പർ നോക്കിയിട്ട് നമ്മൾ CEIR എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഫോൺ ലോക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ അവർ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ആ നമ്പർ കിട്ടി. അപ്പോൾ എന്നോട് സ്വയം ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ വേണ്ട, ഇനിയിപ്പോൾ എന്തെങ്കിലും മാറിപ്പോയാലും പറഞ്ഞിട്ട് ഞാനത് തൊട്ടടുത്തുള്ളൊരു അക്ഷയ ചെന്നിട്ട് അവർ കൊടുത്തു. അപ്പോൾ കൊടുത്തപ്പോൾ അതിന് മുമ്പ് തന്നെ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ആലുവയിൽ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു എന്താ ഇവിടെ രജിസ്റ്റർ ചെയ്യണം നിങ്ങളുടെ സ്റ്റേഷൻ പരിധി അല്ലെങ്കിൽ മോഷണം പോയ സ്ഥലത്തു നിന്നാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ എടപ്പള്ളിയാണ്, അത് എടപ്പള്ളിയിലെ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു സൈബർ സെല്ലിൽ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത്. അവർ പറഞ്ഞു കുഴപ്പമില്ല, നമുക്കത് ഒരു കേസ് ഇത് മാറ്റാൻ അങ്ങോട്ട് ചേഞ്ച് ചെയ്തോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അക്ഷയ ചെന്ന് ഓരോ ഡീറ്റെയിൽസ് അവരെ കൊടുത്ത് ഡീറ്റെയിൽസ് നമ്മുടെ അവർ പോലീസുകാർ എന്നൊരു സർട്ടിഫിക്കറ്റ് ഒരു പേപ്പറുണ്ട്. ആ പേപ്പറിൽ അതിൻ്റെ അടിയിൽ ഒരു ID ഉണ്ടാവും. ID നമ്മൾ ആ CEIRൽ ഇത് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫോൺ മീൻസ് ബ്ലോക്ക് കളയും നമ്പർ. അപ്പോൾ നമുക്ക് വേറെ കുഴപ്പങ്ങളും അങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ കൊടുത്തു ഫോൺ. അവിടെ ഫോണില്ല, മറ്റേ IMEI നമ്പർ അവിടെ നമ്പർ തന്നില്ല. IMEI നമ്പർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പോന്നു. ഞാനിപ്പോൾ കൂട്ടുകാരൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഇന്നത്തെ പറഞ്ഞ അവൻ്റെ കൂടെ. അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ എൻ്റെ അടുത്തൊരു പോലീസുകാരനെ വിടാം. അപ്പോൾ
പുള്ളി അപ്പോൾ ഞാൻ ആ ചേട്ടനെ വിളിച്ചപ്പോൾ അവൻ്റെ ചേട്ടൻ പറഞ്ഞത് അങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണുകൾ അവർ ഇതിൽ സിം ഇട്ട് കഴിഞ്ഞാൽ എനിക്കും അതിൽ സിം ഇട്ട് കഴിഞ്ഞാൽ ആ ഫോണിൽ സിം ഇട്ട് കഴിഞ്ഞാൽ കണക്ഷൻസ് വന്നു തുടങ്ങി കഴിഞ്ഞാൽ എനിക്കും പോലീസുകാർക്കും അതിൻ്റെ ഇത് വരും. അപ്പോൾ അതുകൊണ്ട് അവരതിന് മുതലാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ ഇപ്പോൾ ആ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കിട്ടി അവരത് പാർട്സാക്കിയിട്ട് ഓരോ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും ഇതായല്ലോ. നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം അങ്ങനെ ഒന്നും ആരും യൂസ് ചെയ്യൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഇത്രയും വിപുലമായതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇപ്പം എനിക്കിതുവരെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ആഴ്ച മുമ്പ് കേസ് കളമശ്ശേരിയിലോട്ട് മാറ്റിയിരുന്നു മെസ്സേജ് വന്നിട്ട്. കളമശ്ശേരിയിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്ത കേസ് അല്ലെങ്കിൽ കളമശ്ശേരി ട്രാൻസ്ഫർ ചെയ്തു. അത് നടന്ന സ്ഥലമാണ് മീൻസ് മോശം നടന്ന ആ ഒരു സ്റ്റേഷൻ പരിധി കളമശ്ശേരി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരെന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ഫോൺ ബെല്ലും വെച്ചില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഫോൺ നഷ്ടപ്പെട്ട കേസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫോൺ എത്ര രൂപയുടെ വില വരപ്പുള്ളതാണ്, ഇത്രയും പൈസയുടെ ഫോണാണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ സൈബർ സെല്ലിലോട്ട് കേസ് ചാർജ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. ഓക്കെ, സൈബർ ഇതിലോട്ട് മാറ്റാൻ പോകുന്നു. ഓക്കെ, ചെയ്തോളാം. അങ്ങനെ ഇപ്പം അതിലോട്ട് ട്രേസ് ആക്കണ്ടെന്നാണ് പറയുന്നത്. കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ അത് കിട്ടുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇപ്പോൾ ഞാൻ ആ CR ആ സൈറ്റിൽ കയറി ഞാൻ നോക്കി എന്തൊക്കെ ഫോണിലാണ്. ഇതിപ്പോൾ ഒരു 10,000 കംപ്ലൈൻറ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ 5,000 എണ്ണം ട്രേസ് ചെയ്ത് കിട്ടുന്നുണ്ട്. അതിൽ 3,000 2,500 കിട്ടണുള്ളൂ ഫോണുകൾ. അതും നമ്മുടെ ചെറിയ ഫോൺ ഐഫോൺ അങ്ങനത്തെ കുറേ ഫോണുകളൊക്കെ പോയ ആൾക്കാർക്കൊക്കെ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ഇത്രയും കൊണ്ട് ഇത് ചെയ്യാൻ വലിയ രീതിയിലൊക്കെ പോയി അന്വേഷണം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് വലിയ വിലപിടിപ്പുള്ള ഡാറ്റാസ് ഒന്നും അതിന് ഉണ്ടായില്ല. എന്താ വെച്ചാൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ആ ഫോണ് സ്റ്റോറേജ് ഫുള്ളായപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതൊക്കെ എടുത്ത് ഞാൻ കമ്പ്യൂട്ടറിൽ ഇട്ടിട്ടു. ഞാൻ റീസെറ്റ് ചെയ്തു. അപ്പോൾ അതിലായിട്ട് ആകെ ഒരു സിനിമയും കിടപ്പുണ്ട്, വേറെ ഒരു ഫയലില്ല. അങ്ങോട്ട് പോകണതിൻ്റെ ഒരു ബ്ലോഗ് എടുത്തതിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ മെമ്മറി കാർഡ് ഉണ്ടായി, മെമ്മറി കാർഡും അതിൻ്റെ ഒപ്പം പോയി. അതാണ് സംഭവം. മെമ്മറി കാർഡിലാണ് നമുക്ക് മെമ്മറി കാർഡിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുക്കാൻ പറ്റില്ല, അതാണ് പറ്റിപ്പോയത്. മെമ്മറി കാർഡും ഉണ്ടായി. അപ്പോൾ സിമ്മിഫൈ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ അതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോസ് ഉണ്ടായി. ഞാൻ യൂട്യൂബ് നിർത്തിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഫോണുകളിൽ എൻ്റെ അടുത്തുള്ള പഴയ ഫോണിലാണ് വീഡിയോസ് എടുക്കാനും പറ്റാത്ത അവസ്ഥയിൽ പോയി. അതുകൊണ്ടാണ് യൂട്യൂബ് നിർത്തി എന്ന് വരെ ഞാൻ ആകെ ഇതായിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും വീഡിയോസൊന്നുമില്ല. ഞാനത് എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ ഇതിൽ കിടപ്പുണ്ടായിരുന്നു. മെമ്മറി കാർഡിൽ എഡിറ്റ് ചെയ്ത വീഡിയോസൊക്കെ കിടപ്പുണ്ട് മെമ്മറി കാർഡിൽ. അതായിരുന്നു പറ്റിപ്പോൾ. അപ്പം ഞാൻ പിന്നെ മിക്ക കോണ്ടാക്ട്സൊക്കെ ഗൂഗിളിൽ മറ്റേ Gmail സേവ് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അതൊക്കെയായിരുന്നു കാരണം. അങ്ങനെ കുറച്ച് നാൾ അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഉണ്ടാവാണ്ടിരുന്നത്. അല്ലാണ്ട് ഇത് ബോറടിച്ചിട്ടൊന്നുമല്ല. നമുക്ക് ചെയ്യാൻ ഒരു സംഭവമില്ലല്ലോ. അതുകൊണ്ടാണ് പിന്നെ അതിനുള്ള ബഡ്ജറ്റ് റെഡിയാക്കി ഫോൺ നോക്കാൻ വേണ്ടി ബഡ്ജറ്റ് റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ കുറച്ച് കൂട്ടി വെച്ചെടുത്തൊക്കെയാണ് ഈ ഫോൺ എടുത്തത്. വലിയ കുഴപ്പമില്ലാന്ന് പ്രതീക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ പറ്റുള്ളൂ എന്നെ കൊണ്ട്. കുറച്ച് ഇപ്പം ഞാൻ നോക്കിയാൽ വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയും ക്വാളിറ്റി, അത്യാവശ്യം വലിയ സ്റ്റെബിലിറ്റേഷൻ, വലിയ ഓവറല്ലാന്ന് കുറച്ചുണ്ടെങ്കിലും ചെയ്യാൻ പറ്റിയൊരു ഫോണാണെന്ന് എനിക്ക് തോന്നണേ. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി തൊട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതായിരുന്നു. എൻ്റെ ഇടയ്ക്ക് വേറൊരു ഗുലുമാലും പറ്റി. എൻ്റെ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ അടിച്ചു പോയി. മോണിറ്റർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഫോണിൽ തന്നെയാണ് എല്ലാ എഡിറ്റിങ്ങിനുള്ളത്. എല്ലാം ഒന്ന് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇടവിട്ട് ഓരോന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് മീൻസ് ഗ്യാപ്പില്ലാണ്ട് എല്ലാം ഒരുമിച്ച് തന്നെ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും സോറി. അപ്പോൾ സോറി. അപ്പോൾ ഇത്ര ദിവസം വീഡിയോ ഇല്ലാത്തതുകൊണ്ട് സോറി. ഇനി തൊട്ട് വീഡിയോസ് ഉണ്ടാവും, പയ്യെ ഇതുണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്താലുള്ളൂ. പഠിക്കണ്ട്, നോക്കട്ടെ എങ്ങനെയാണെന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം ആരും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനം. വീഡിയോ